ഇരുളടഞ്ഞ പാതയിൽ ജ്വലിച്ച സൂര്യനായി പിണറായി. BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. മുൻ മുഖ്യനെ പുകഴ്ത്തി പാട്ടെഴുതി, ഒടുവിൽ ജീവനക്കാരന്റെ ജോലി തെറിച്ചു. പിണറായി വിജയനെ അതിരറ്റ രീതിയിൽ പുകഴ്ത്തി സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ പങ്കുവച്ചത് വലിയ വിവാദത്തിന് വഴിവെക്കുകയാണ്. അതായത് ആ ഒരു സ്തുതി ഗീതത്തിന്റെ രചയിതാവും ഇടത് അനുകൂല സർവീസ് സംഘടനാ നേതാവുമായിരുന്ന പൂവത്തൂർ ചന്ദ്രസേനന്റെ സേവനം UDF സർക്കാർ അവസാനിപ്പിച്ചിരിക്കുകയാണ്. സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ മുൻ നേതാവായിരുന്ന ചിത്രസേനൻ വിരമിച്ച ശേഷവും ധനകാര്യ വകുപ്പിൽ സ്പെഷ്യൽ മെസ്സഞ്ചറായി തുടരുകയായിരുന്നുവെങ്കിലും പുതിയ സർക്കാർ അധികാരത്തിലെത്തിയതോടുകൂടി തന്നെ ആ നിയമനത്തിന് ഇപ്പോൾ വിരാമമിട്ടിരിക്കുകയാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കെയായിരുന്നു ഇരുളടഞ്ഞ പാതയിൽ ജ്വലിച്ച സൂര്യനായി എന്ന് തുടങ്ങുന്ന വിവാദ ഗാനത്തിന്റെ വരികൾ ചിത്രസേനൻ രചിച്ചത്. സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച ചടങ്ങിൽ പിണറായി വിജയൻ സന്നിഹിതനായ വേദിയിൽ അസോസിയേഷൻ ഭാരവാഹികൾ ഈ ഗാനം ആലപിച്ചിരുന്നു. മുൻ മുഖ്യമന്ത്രിയെ അതിരറ്റ രീതിയിൽ പുകഴ്ത്തുന്ന ഗാനമെന്ന വിമർശനമാണ് അന്നു മുതൽ തന്നെ ഉയർന്നു കേൾക്കുന്നതും. വിരമിച്ച ശേഷം ധനകാര്യ വകുപ്പിൽ സ്പെഷ്യൽ മെസ്സഞ്ചർ തസ്തികയിൽ ചിത്രസേനനാകട്ടെ അവിടെ ലഭിച്ച നിയമനവും ഈ സ്തുതിഗീതവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ആനുകൂല്യത്തിന്റെ ഭാഗമാണ് എന്ന ആരോപണമായിരുന്നു പ്രതിപക്ഷം ഉൾപ്പെടെ തന്നെ ഉയർത്തിക്കാട്ടിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ആകട്ടെ UDF സർക്കാർ അധികാരത്തിലെത്തിയതോടുകൂടി തന്നെ ആ നിയമനവും അവസാനിപ്പിച്ചിരിക്കുകയാണ്. സർക്കാർ മാറിയതിന് പിന്നാലെ തന്നെ അവിടെ മുൻ ഭരണകൂടത്തോട് അടുപ്പമുണ്ട് എന്ന് വിലയിരുത്തപ്പെടുന്ന നിരവധി ഉദ്യോഗസ്ഥരെ വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് അവിടെ സ്ഥലം മാറ്റുന്നതായി തന്നെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. അതേപോലെ തന്നെ IAS IPS തലങ്ങളിൽ ഉൾപ്പെടെ തന്നെ വ്യാപകമായ അഴിച്ചുപണിയാണ് നടന്നിരിക്കുന്നത്. അതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ ചിത്രസേനനെ അവിടെ ഒഴിവാക്കിയ നടപടിയെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ മുൻ സർക്കാരിന്റെ കാലത്ത് സ്വാധീനമുള്ള സ്ഥാപനങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന ഉദ്യോഗസ്ഥരോടും അവരുടെ നിയമനങ്ങളുടെയും എല്ലാം തന്നെ പുനർപരിശോധന അവിടെ പുതിയ സർക്കാർ തുടരുന്ന സാഹചര്യത്തിൽ ഇനിയും സമാനമായ നടപടികൾ ഉണ്ടാകുമോ എന്നതാണ് മറ്റ് രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്ന് ഉറ്റുനോക്കുന്നത്. അതേസമയം ഇത്തരത്തിൽ സമാനമായ രീതിയിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ അതിരറ്റ രീതിയിൽ പുകഴ്ത്തിക്കൊണ്ട് വീഡിയോ പങ്കുവച്ചതിന് അവിടെ രജിസ്ട്രേഷൻ വകുപ്പ് ജീവനക്കാരനും ഒടുവിൽ സസ്പെൻഷൻ ലഭിച്ചിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിലെ മുക്കം സബ് രജിസ്ട്രാർ ഓഫീസിലെ ജീവനക്കാരനായ BM അഖിലിനെയാണ് ഇപ്പോൾ സർവീസിൽ നിന്നും ചട്ടം ലംഘിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് ആ കുറ്റത്തിന് സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിയിരിക്കുന്നത്. ഇരുളടഞ്ഞ പാതയിൽ ജ്വലിച്ച സൂര്യനായി എന്ന് തുടങ്ങിയ മുൻ മുഖ്യമന്ത്രിയെ സ്തുതിച്ചുകൊണ്ടുള്ള ഗാനവും അതിന്റെ ദൃശ്യാവിഷ്കാരവും വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ വകുപ്പ് തല നടപടി ഉണ്ടായിരിക്കുന്നത്. CPM ഇവിടെ നേരിട്ടിരിക്കുന്ന കനത്ത തിരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ പാർട്ടിയിലും പുറത്തും പിണറായിക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ സമയത്താണ് ഇപ്പോൾ ഈ ഒരു പുകഴ്ത്തൽ വീഡിയോ പുറത്തു വന്നിരിക്കുന്നത്. കേരളത്തിന്റെ കാവലാളായ സഖാവ് പിണറായി എന്ന പേരിൽ പുറത്തിറക്കിയ വീഡിയോയിൽ മുൻ മുഖ്യമന്ത്രിയെ അവിടെ വലിയ രീതിയിൽ അതിമാനുഷികനായി തന്നെ അവിടെ ചിത്രീകരിച്ചിരിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു പുറത്തു വന്നത്. ഇതിനെല്ലാം പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരം ഒരു നടപടി സർക്കാർ സ്വീകരിച്ചിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.